ഹലോ, അമ്മ ഉണ്ടാക്കുന്ന തക്കാളി അരച്ചുകൂട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന്. നിങ്ങളും ഇതുപോലെയാണോ ഉണ്ടാക്കുന്നതെന്ന് ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ബിഗിനേഴ്സിനൊക്കെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതിനൊരു സിമ്പിൾ ടിപ്പും കൂടിയുണ്ട്. അതുകൂടി നോക്കുവാണെങ്കിൽ പെർഫെക്റ്റ് കറിയായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കുക്കറിലേക്ക് 4 തക്കാളി ഇതുപോലെ ചെറുതായി അരിഞ്ഞതും, ഒരു കഷ്ണം പുളിയും, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, 1/4 ടീസ്പൂൺ ഉപ്പും, ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഇതിലേക്ക് നമുക്കൊരു 2 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു വിസിൽ. ഇതൊന്ന് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനായി 2 വെളുത്തുള്ളി, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്കിതിലേക്കൊരു അരമുറി തേങ്ങാപ്പീര, ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച്, പിന്നെ നമ്മളിവിടെ എരിവിന് കാന്താരി മുളകാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു 7-8 എണ്ണം ഉപയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉപയോഗിക്കാം. ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് വെന്ത് വന്നിരിക്കുന്ന തക്കാളിയിലേക്ക് ഈ അരപ്പും കൂടി ഒന്ന് ചേർക്കാം. ഇത്രയേ ഉള്ളൂ, പരിപാടി കഴിഞ്ഞു. ഇനി നമുക്ക് വറ പൊട്ടിക്കാം. വറ പൊട്ടിക്കുമ്പോഴുള്ള സിമ്പിൾ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ നമ്മൾ കടുക് ഇട്ട് കൊടുക്കാവുള്ളൂ. കടുക് ചേർത്ത് കൊടുക്കാം. അതെല്ലാം പൊട്ടിയതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാവുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ലൊരു സ്മെല്ലും ആ ഫ്ലേവറും ഒക്കെ കിട്ടത്തുള്ളൂ കറിക്ക്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളിയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ചെറിയ ഉള്ളിയും ഒരു വറ്റൽമുളകും, പിന്നെ ബാക്കി നമുക്ക് വേപ്പിലയും കൂടി ചേർത്ത് ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് മൂത്ത് വരേണ്ട താമസം അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തക്കാളിയും അരപ്പുമാണിത്. അതൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട്, നന്നായി ഇളക്കി യോജിപ്പിച്ച് നമുക്ക് ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം ഒന്ന് ചൂടാക്കിയെടുക്കാം. അത് ഒരുപാടങ്ങ് തിളച്ചു പോകരുത്, ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ അതൊന്ന് ചൂടായി വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് വറ പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ആകെ നമുക്ക് ആ തേങ്ങ പീരയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ള ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ കറി. ഇനിയിപ്പോൾ നമ്മൾ ഉടനെ സെർവ് ചെയ്യരുത്, ഒരു 10 മിനിറ്റെങ്കിലും ഇതുപോലെ ഒന്ന് മൂടി വെക്കണം. അപ്പോൾ നമ്മുടെ തക്കാളി അരച്ചുകൂട്ട് റെഡിയായിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസിയാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. കുക്കിംഗ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇൻഗ്രീഡിയൻസിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഒന്നുകൂടി ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാമേ.